ബോബി ജോസ് കട്ടിക്കാടച്ഛൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. ബോബി അച്ഛന് ഒരുപാട് കഥകളും ഒരുപാട് ചിന്തിക്കാൻ, ഒരു വരിയിൽ തന്നെ ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും ബോബി ജോസ് കട്ടിക്കാടച്ഛൻ്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്, കുറ്റബോധത്തിനെ കുറിച്ചാണ് ഈ കഥ കേട്ടോ. അപ്പം ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് ഓടി വരികയാണ്. അപ്പോൾ ആരൊക്കെ അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടിച്ച് വയ്യാതാക്കിയിട്ടുണ്ട്, ബ്ലഡൊക്കെ വരുന്നുണ്ട്, അവന് നടക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അവൻ എങ്ങനെയോ രക്ഷപ്പെട്ട് വരികയാണ് ആരുടെ കയ്യിൽ നിന്നും. എന്നിട്ട് ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തലവനെ കണ്ടിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, എന്നെ സംരക്ഷിക്കണം, അവരെൻ്റെ പുറകെ ഉണ്ട്, എന്നെ അവർക്ക് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രാമത്തലവനെ ഒരാൾ അഭയം ചോദിച്ചു വരുവാണല്ലോ, അപ്പം തന്നെ അവനെ സ്വീകരിക്കുന്നു, അവന് കിടക്കാൻ സ്ഥലം കൊടുക്കുന്നു, അവന് ഭക്ഷണം കൊടുക്കുന്നു, അവനെ പരിചരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവനെ തപ്പിപ്പിടിച്ച് ഇവനെ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാർ ഇവൻ്റെ പുറകെ വരാൻ തുടങ്ങി. വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര കുറേ ആളുകളൊക്കെ ആയിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. ഇവനെ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാർ ഈ ഗ്രാമത്തിനെ ആക്രമിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ അവനെ വിട്ടു തന്നില്ല എങ്കിൽ ഈ ഗ്രാമത്തിൽ ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ കൊല്ലും എന്ന് പറയണം. അപ്പോൾ ഗ്രാമത്തലവൻ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഗ്രാമത്തലവൻ അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. അവിടുത്തെ പള്ളി വികാരിയെ കണ്ടിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ ഒരുപാട് ആലോചിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയിൽ അച്ഛൻ പറയാണ്, നമുക്കിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, പിന്നെ ഇങ്ങനെയുണ്ടല്ലോ, ഒരു കൂട്ടം മനുഷ്യന്മാർക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് കുഴപ്പമില്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ, നമ്മുടെ ബൈബിളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണം സംഭവിക്കുന്നതെന്ന്. അപ്പം അച്ഛൻ പറയാണ്, എന്നാൽ അവനെ നമുക്ക് വിട്ടുകൊടുക്കാം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയാം. അപ്പോൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് അഭയം പ്രാപിച്ചവർ അവനെ സഹായിക്കാതെ വീണ്ടും ആ ഒരു അവനെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇവനെ ഈ ഗ്രാമം തന്നെ ഉപേക്ഷിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിൽ കണ്ട നിസ്സഹായതയും ആ ഒരു ഇവരെന്നെ വിട്ടുകളഞ്ഞല്ലോ എന്ന് തോന്നുന്ന ആ ഒരു നിസ്സഹായതയും സങ്കടവും വിഷമവും അവൻ്റെ അവസ്ഥയും ഒക്കെ അവൻ്റെ കണ്ണുകളിലൂടെ ഈ വികാരിയച്ഛൻ കാണുവാണ്, പള്ളിയിലച്ഛൻ. അതിനുശേഷം പള്ളിയിലച്ഛന് സമാധാനം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നീട് ഇറങ്ങി തിരിച്ചു. അന്ന് ആ വികാരിയച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവും, പക്ഷെ അവനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ അവനെപ്പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഈ വികാരിയച്ഛൻ, ഈ പള്ളിയിലച്ഛൻ കാരണക്കാരനായി എന്ന് പറയാം. ഈ ചില മിസ്റ്റേക്സ് ലൈഫിൽ ഉണ്ടായിരുന്നില്ലേ, നമുക്കത് തിരുത്താൻ പറ്റത്തില്ല. അതങ്ങനെ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്, നമുക്കത് തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ തിരുത്താൻ പറ്റാത്ത കുറ്റബോധമാണ് ഈ വികാരിയച്ഛൻ, ഈ പള്ളിയിലച്ഛനെ, ഈ കുറ്റബോധമാണ് ഈ പള്ളിയിലച്ഛനെ വേട്ടയാടാൻ തുടങ്ങുന്നത്. അവനെ വിട്ടുകൊടുത്തല്ലോ എന്നുള്ളൊരു കുറ്റബോധം, അതൊരു ജീവനാണല്ലോ. ചില സമയത്ത് ഈ കുറ്റബോധം നമ്മളെ ഇങ്ങനെ ഗിൽട്ട് ഫീലിംഗ് നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ചില മിസ്റ്റേക്സ് ലൈഫിൽ പറ്റി നമുക്ക് ചിലപ്പോൾ തിരുത്താൻ പറ്റിയൊന്നും വരത്തില്ല. അപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെറ്റിനെ ഒരു കൂട്ടം ശരികൾ കൊണ്ട് തിരുത്താം. അതായത് ജീവിതത്തിൽ കുറേയൊക്കെ ശരികൾ ചെയ്യാൻ ശ്രമിക്കുക. സമാനമായ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അടുത്ത തവണ ശരിയുടെ ഭാഗത്ത് നിൽക്കുക. ഒരാളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അയാളെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക. അയാൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അത് വിട്ടുകളയാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു തെറ്റിനെ ഒരു കൂട്ടം ശരികൾ ചെയ്ത് ഒരു പ്രായശ്ചിത്തം പോലെ, ഒരു പരിഹാരം പോലെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ തെറ്റിൻ്റെ വലിപ്പം കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്, എങ്കിൽ കുറ്റബോധം പേർന്ന് നടക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വീണ്ടും പറയണം, ബോബി അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തെറ്റ് പറ്റാം, ചില തെറ്റുകൾ തിരുത്താൻ പറ്റില്ലായിരിക്കാം, പക്ഷേ ഒരുപാട് ശരികൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. അപ്പോൾ ഒരു തെറ്റിനെ ഒരു കൂട്ടം ശരികൾ കൊണ്ട് തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ബോബി അച്ഛൻ്റെ ഒരു മനോഹരമായൊരു കഥ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളൂ. താങ്ക് യു സോ മച്ച്.